ഇന്നത്തെ കറിയുടെ മീൻ കണ്ടോ, നല്ല കോയിൻ പോലുള്ള കാരലും കണവയുമാണേ. ഇവിടെ ഈ കാരലിന് പരവാക്കാരലെന്ന് പറയും. അങ്ങനെ ഞാൻ മീനെല്ലാം വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചു. ഇനി നമുക്ക് ഓരോന്നായിട്ട് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഒരു ചീനി ഉണ്ടായിരുന്നു, അതങ്ങ് പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി വെച്ചെടുക്കാം. അപ്പോൾ കറി ഞാൻ തേങ്ങ അരച്ച് മുളകൊന്നും ചേർക്കാതെ വെള്ളക്കറിയാണ് വെക്കുന്നത്. അപ്പം ഈ തേങ്ങയിൽ മല്ലിയും മഞ്ഞളും പിന്നെ ചുമന്നുള്ളിയും ഇതെല്ലാം കൂടി ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിൽ ഇത്തിരി അധികം പച്ചമുളക് ചേർക്കണം. ഇവിടെ ഇപ്പം ഞാൻ ഉണ്ടമുളകാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നല്ല മണമായിരിക്കും ഉണ്ടമുളകൊക്കെ ചേർത്ത് കറി വെച്ചാൽ. നൊത്തോലി, കാരൽ ഇങ്ങനെയൊക്കെ ഉള്ളതാണ് ഈ ഒരു കറി വയ്ക്കാനായിട്ട് എടുക്കുന്നത്. അങ്ങനെ കറി വെന്തതിന് ശേഷം ഞാൻ കണവ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്തിരി ചാറോട് കൂടിയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കണവ ആദ്യം കുക്കറിൽ വേവിച്ച് മാറ്റിയതിന് ശേഷം പിന്നെ മസാലയെല്ലാം ഇതേപോലെ എണ്ണയിലൊന്ന് വഴറ്റി പിന്നെ കുറച്ച് വെള്ളവും കൂടിയൊക്കെ ഒഴിച്ച് തിളച്ച് വരുമ്പോൾ കുക്കറിൽ വേവിച്ച കണവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ആ വെള്ളത്തോടു കൂടി തന്നെ ചേർത്തേ. ഇനി നമുക്ക് ലാസ്റ്റ് കറിവേപ്പിലയും കൂടെയൊക്കെ ഇട്ട് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ച് ഉപ്പൊക്കെ നോക്കി ഇറക്കാം. പിന്നെ മോക്ക് വേണ്ടിയിട്ട് 2 കാരലും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഇത് ഇത്രയുമായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചയൂണിനുള്ള ഐറ്റംസ്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും വരാം. ഓക്കെ, ബൈ.